എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഓണക്കാലം വിദ്യാർത്ഥികൾക്ക് മുൻപിൽ പങ്കുവെച്ച് അധ്യാപകർ. ഓണം വരുന്നതും കാത്തിരുന്ന ഓരോ ഓണക്കാലത്തിന്റെ സവിശേഷതകൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ അനുസ്മരിച്ച അധ്യാപകർ. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരാണ് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഓണക്കാലം വിദ്യാർത്ഥികളുടെ മുന്നിൽ പങ്കുവെച്ച് ഓണാഘോഷം വേറിട്ടതാക്കിയത്. വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടിയിരുന്നാണ് ഓണാനുഭവങ്ങൾ പങ്കുവെക്കൽ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പൂക്കൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലമാണ് ഓണക്കാലം. പൂക്കളെ പറ്റി പറയുമ്പോൾ പണ്ട് കാലത്ത് പൂക്കള് തനിമയാർന്ന പൂക്കളായിരുന്നു നമ്മളൊക്കെ ഓണപ്പൂക്കളത്തിൽ ഇട്ടിരുന്നത്. തനിമയാർന്ന പൂക്കളെ എന്ന് പറയുമ്പോൾ നാടൻ പൂക്കളാണ് ഉദ്ദേശിക്കുന്നത്. പൂക്കളിൽ തന്നെ ഒരുപാട് കാണുന്നു, ഒറ്റക്കിരുന്ന് ചിരിക്കുന്നു. അങ്ങനെ അല്ലെ, ഒരുമിച്ചിരുന്ന് ചിരിക്കാൻ പഠിക്കണം. ഈ ഓണക്കാലം നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചിരിക്കാനും അയൽവാസിയുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു ഓണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പൂവിളിയിൽ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനയിൽ തിരുവോണമേ വരുകില്ലേ നീ തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുമ്പി പെണ്ണേ പൊന്നാണത്തൊണ്ടിരൻ ചുണ്ടിലൊളിപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം തന്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം. ഗൃഹാതുരത്വ സ്മരണയുണർത്തുന്ന ഓണക്കാലമാണ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ മുന്നിൽ വിവരിച്ചത്. പൂവട്ടിയുമായി പാടത്തും പറമ്പത്തും ആർത്തുല്ലസിച്ച് പൂ തേടിയ ബാല്യവും ഊഞ്ഞാലും നാടൻ കളികളുമായി ഓണാവധിയെ ആഹ്ലാദമാക്കിയ ദിനങ്ങൾ. ഓണപ്പക്ഷിയും ഓണത്തുമ്പിയും തൂവെള്ളത്തുമ്പയുമെല്ലാം ഓണത്തിന്റെ വരവറിയിച്ച് നിറഞ്ഞു നിന്ന ഒരു കാലത്തിൽ നിന്നും പുതിയ ഓണത്തിന്റെ പുകിലുകളും അധ്യാപകരും PTA, MTA ഭാരവാഹികളും വിദ്യാർത്ഥികളോട് പങ്കുവച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് PK അഫ്സൽ നവാസ് നിർവഹിച്ചു. MTA വൈസ് പ്രസിഡന്റ് ആയിഷ ബീഗം, പ്രഥമ അധ്യാപകൻ T മുനീർ, റസാഖ് പാലോളി, SRG കൺവീനർ K പ്രിയ, VS ജിഷ, സ്റ്റാഫ് സെക്രട്ടറി CMC അർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.